Hi friends, I'm Bimal Bhanu. Welcome back to my channel Taste of Pravasi. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കണോട് ഞെക്കിക്കോളൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ത്രോട്ടിനൊക്കെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ട് ഗ്ലാസ് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ 1, ഇഞ്ചി ഒരു ചെറിയ പീസ്, പുതിനയില വളരെ കുറച്ച്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാര 3 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മുടെ ചെറുനാരങ്ങ നെടുകെ പുലർത്തി അതിലെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് എടുത്തു വെക്കാം. ശേഷം നമ്മുടെ പുതിനയില ഇല മാത്രമാക്കി മാറ്റിയെടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുനാരങ്ങ 2 പീസും ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ കുറച്ച് പുതിനയില നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതെല്ലാം അരഞ്ഞു വരണം. നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി വെള്ളം ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1.25 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത ശേഷം നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പുതിനയില വളരെ കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഉപ്പ് മാത്രം ചേർത്താലും മതി. അപ്പോൾ എല്ലാവർക്കും ജ്യൂസ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. നമുക്ക് ഈസി ആയിട്ട് കൊറോണയെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് കൂട്ടത്തിൽ ആ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണോട് ഞെക്കിയോളൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.